ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ കുമാർ. പ്രധാന വാർത്തകൾ. ഇറാൻ ഇസ്രായേൽ സംഘർഷ പശ്ചാത്തലത്തിൽ UAE, സൌദി അറേബ്യ, ഇസ്രായേൽ, ഖത്തർ എന്നിവിടങ്ങളിലേക്കും തിരിച്ചുമുള്ള എല്ലാ വിമാനങ്ങളും റദ്ദാക്കി എയർ ഇന്ത്യ. പശ്ചിമേഷ്യൻ സംഘർഷം കണക്കിലെടുത്ത് ഗൾഫ് മേഖലയിലെ SSLC +2 പരീക്ഷകൾ മാറ്റി. പുതുക്കിയ പരീക്ഷാ തീയതി പിന്നീട് അറിയിക്കും. അധ്യാപകരുടെ സേവന വേതന വ്യവസ്ഥകൾ മെച്ചപ്പെടുത്തുന്നതിനും അർഹമായ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. കേര പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി പി രാജീവ് ഇന്ന് ആലപ്പുഴയിൽ നിർവഹിക്കും. പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല നാളെ. ഇന്ന് ഉച്ചമുതൽ ഗതാഗത നിയന്ത്രണം. 2020 ലോകകപ്പിൽ സെമിയിൽ കടന്ന ഇന്ത്യ. വ്യാഴാഴ്ച ഇന്ത്യ ഇംഗ്ലണ്ട് പോരാട്ടം. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് ഇന്ന് UAE, സൌദി അറേബ്യ, ഇസ്രായേൽ, ഖത്തർ എന്നിവിടങ്ങളിലേക്കും തിരിച്ചുമുള്ള എല്ലാ വിമാനങ്ങളും എയർ ഇന്ത്യ റദ്ദാക്കി. യൂറോപ്പിലേക്ക് ഇന്ന് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ചില വിമാനങ്ങളും റദ്ദാക്കിയിട്ടുണ്ട്. അതേസമയം ഇറാനെതിരെയുണ്ടായ ഇസ്രായേൽ US ആക്രമണങ്ങളെ തുടർന്ന് ഇന്ത്യയിലും അക്രമങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. പ്രകോപനപരമായ പ്രസംഗങ്ങൾ ഉൾപ്പെടെ നടത്തുന്ന ഇറാൻ അനുകൂലികളെ തിരിച്ചറിയാൻ ആവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കത്തയച്ചതായാണ് റിപ്പോർട്ട്. പശ്ചിമേഷ്യയിൽ തുടരുന്ന ആശങ്കകൾക്കിടെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഗൾഫ് മേഖലയിലേക്ക് പുറപ്പെടേണ്ട നിരവധി വിമാനങ്ങൾ റദ്ദാക്കി. തിരുവനന്തപുരത്തേക്ക് എത്തേണ്ട വിമാനങ്ങളും റദ്ദാക്കിയിട്ടുണ്ട്. ഇതുവരെ ആകെ 65 വിമാനങ്ങളാണ് റദ്ദാക്കിയത്. ഇന്ന് 20 വിമാനങ്ങളും റദ്ദാക്കി. നോർക്ക റൂട്ട്സിന്റെ ഹെൽപ്പ് ഡെസ്ക് സഹായത്തിനായി +91882012012345 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഇന്ത്യയിൽ നിന്നും 1800-425-3939 എന്ന ടോൾ ഫ്രീ നമ്പറിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഡൽഹി കേരള ഹൌസിലും കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. നോർക്ക റൂട്ട്സിന്റെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ ഇന്നലെ 6 മണിവരെ ആകെ 541 കോളുകളാണ് ലഭിച്ചത്. വിദേശത്ത് നിന്നും 188 പേരും രാജ്യത്തിനുള്ളിൽ നിന്നും 353 പേരും ഹെൽപ്പ് ഡെസ്കിൽ ബന്ധപ്പെട്ടു. ടെഹ്റാനിലെ എംബസി അടച്ചുപൂട്ടിയതായും അംബാസഡറെയും അംഗങ്ങളെയും തിരിച്ചു വിളിച്ചതായും UAE അറിയിച്ചു. ഇറാൻ മിസൈൽ ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിലാണ് നടപടി. UAEയിലെയും ഒമാനെയും ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങളെ ശക്തമായി അപലപിക്കുന്നതായും പൌരാവകാശങ്ങളുടെ ലംഘനമാണ് നടക്കുന്നതെന്നും UAE അഭിപ്രായപ്പെട്ടു. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് ഗൾഫ് മേഖലയിൽ SSLC ഈ മാസം 5-ലെ പരീക്ഷയും ഹയർ സെക്കൻഡറി ഈ മാസം 5, 6, 7 തീയതികളിലെ പരീക്ഷയും മാറ്റിവെക്കാൻ തീരുമാനിച്ചതായി മന്ത്രി വി ശിവൻകുട്ടി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഗൾഫിലും കേരളത്തിലുമായി ചില വിദ്യാർത്ഥികൾ പരീക്ഷാ സെന്ററുകളിൽ എത്തിച്ചേരുവാനാകാതെ പരീക്ഷ എഴുതുവാൻ കഴിയില്ല എന്ന ആശങ്കയിൽ കഴിയുകയാണ് എന്ന് മനസ്സിലാക്കുകയാണ്. ഇക്കാര്യത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് കുഞ്ഞുങ്ങൾക്കൊപ്പമുണ്ട്. അങ്ങനെ പരീക്ഷ എഴുതുവാൻ കഴിയാത്ത കുട്ടികൾ എത്രയും പെട്ടെന്ന് പ്രഥമ അധ്യാപകർ, പ്രിൻസിപ്പൽ വഴി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് അപേക്ഷ നൽകേണ്ടതാണ്. അപേക്ഷയുടെ മെറിറ്റും പരിശോധിച്ച് കുഞ്ഞുങ്ങൾക്ക് അനുകൂലമായ തീരുമാനം പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൈക്കൊള്ളും. SSLC പരീക്ഷയിൽ യോഗ്യത നേടിയ എല്ലാവർക്കും ഉപരിപഠന സാധ്യത ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഈ വർഷത്തെ SSLC പരീക്ഷയ്ക്ക് കേരളത്തിൽ 3031 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 4,17,497 കുട്ടികളും ഗൾഫ് മേഖലയിൽ 7 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 633 കുട്ടികളും ലക്ഷദ്വീപിൽ 9 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 386 കുട്ടികളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. SSLC പരീക്ഷയ്ക്ക് ആവശ്യമായ ചീഫ് സൂപ്രണ്ട്, ഡെപ്യൂട്ടി ചീഫ് സൂപ്രണ്ട് എന്നിവരുടെ നിയമനം പൂർത്തീകരിച്ചിട്ടുണ്ട്. മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട് 950 അഡീഷണൽ ചീഫ് എക്സാമിനർമാരെയും 9,000 എക്സാമിനർമാരെയും 72 ക്യാമ്പുകളിലായി നിയമിക്കുന്നതിനായി ഇതിനോടകം തന്നെ അപേക്ഷകൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ശ്രീ ശിവൻകുട്ടി അറിയിച്ചു. അധ്യാപകരുടെ സേവന വേതന വ്യവസ്ഥകൾ മെച്ചപ്പെടുത്തുന്നതിനും നിയമപരമായ തടസ്സങ്ങൾ നീക്കി അർഹമായ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. നിശ്ചിത കേറ്ററ്റ് യോഗ്യതയില്ല എന്ന കാരണത്താൽ തടഞ്ഞുവച്ച വേതനം ഓരോ കേസും പ്രത്യേകം പരിശോധിച്ച് നൽകുന്നതിന് അനുമതി നൽകിയതായും മന്ത്രി അറിയിച്ചു. സംസ്ഥാന കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന കേരള കാലാവസ്ഥ അതിജീവന കാർഷിക മൂല്യവർദ്ധക വിപണന ശൃംഖല നവീകരണ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് നടക്കും. ആലപ്പുഴ ചേർത്തലയിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം നിർവഹിക്കും. മന്ത്രി പി പ്രസാദ് അധ്യക്ഷത വഹിക്കും. കേര എന്ന പേരിൽ ആരംഭിക്കുന്ന പദ്ധതി 2595 കോടി രൂപ ചെലവിൽ ലോകബാങ്ക് സഹായത്തോടെയാണ് നടപ്പാക്കുന്നത്. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കരദാസിന്റെ 2 കേസുകളിലെയും ജാമ്യാപേക്ഷ തള്ളി കൊല്ലം വിജിലൻസ് കോടതി ഉത്തരവായി. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് കാട്ടി ശങ്കരദാസ് നൽകിയ ഹർജിയിലാണ് വിധി. അറസ്റ്റിലായി 90 ദിവസം പൂർത്തിയാക്കുമ്പോൾ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ലെങ്കിൽ ശങ്കരദാസിന് നിയമപരമായ സ്വാഭാവിക ജാമ്യം ലഭിച്ചേക്കും.
ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. ലോക പ്രശസ്തമായ ആറ്റുകാൽ പൊങ്കാല നാളെ. പൊങ്കാലയോടനുബന്ധിച്ച് പോലീസ് കനത്ത സുരക്ഷയാണ് തിരുവനന്തപുരം നഗരത്തിൽ ഒരുക്കിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. നാളെ രാവിലെ 9:15 ശുദ്ധപുണ്യാഹത്തോടെ ആറ്റുകാൽ പൊങ്കാല ചടങ്ങുകൾ ആരംഭിക്കും. തോറ്റംപാട്ടുകൾക്ക് ശേഷം തന്ത്രി പരമേശ്വരൻ ഭട്ടതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി അനീഷ് നമ്പൂതിരി ശ്രീകോവിലിൽ നിന്ന് ദീപം പകർന്ന് ക്ഷേത്ര തിടപ്പള്ളിയിലെ പൊങ്കാല അടുപ്പിലേക്ക് പകരും. ഇതേ ദീപം സഹമേൽശാന്തി ഏറ്റുവാങ്ങി വലിയ തിടപ്പള്ളിയിലും പണ്ടാര അടുപ്പിലും കത്തിക്കും. പണ്ടാര അടുപ്പിൽ നിന്ന് പകരുന്ന ദീപം ഭക്തർ സ്വന്തം അടുപ്പിലേക്ക് പകരും. ഉച്ചയ്ക്ക് 2:15 ഉച്ചപൂജയ്ക്ക് ശേഷമാണ് പൊങ്കാല നിവേദ്യം. നിവേദ്യത്തിനായി 350 പൂജാരിമാരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി 24 മണിക്കൂറും നിരീക്ഷണ ക്യാമറ പ്രവർത്തിക്കുന്നുണ്ട്. നിലവിലുള്ള 900 പോലീസ് ഉദ്യോഗസ്ഥരെ കൂടാതെ ഇന്നും നാളെയും 4500 പോലീസുകാർ കൂടി പ്രത്യേക സുരക്ഷയ്ക്കായി എത്തും. ഇന്ന് ഉച്ച മുതൽ പൊങ്കാല ചടങ്ങുകൾ അവസാനിക്കും വരെ നഗരത്തിൽ ഗതാഗത നിയന്ത്രണമുണ്ടാകും. പൊങ്കാല ദിവസം 10 പോയിന്റുകളിൽ മെഡിക്കൽ ടീമും ആംബുലൻസുകളും സജ്ജമാക്കിയിട്ടുണ്ട്. ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് ജലവിതരണത്തിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായി തിരുവനന്തപുരം മധുപാലം, നെല്ലിയോട്, തിരുവഴിമുക്ക്, തമ്പുരാൻമുക്ക്, മേനിലം, പുഞ്ചക്കരി തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇന്ന് ഭാഗികമായും നാളെ പൂർണ്ണമായും ജലവിതരണം തടസ്സപ്പെടും. ഉപഭോക്താക്കൾ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു. പുതുച്ചേരി സംസ്ഥാനത്തിന്റെ ഭാഗമായ മാഹിയിലെ മത്സ്യബന്ധന തുറമുഖം പുനർനിർമ്മിക്കുന്നതിനുള്ള നടപടികൾ ഊർജിതമാക്കി. കേരള ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് തയ്യാറാക്കിയ 67 കോടി രൂപയുടെ വിശദ പദ്ധതി രേഖയാണ് നേരത്തെ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. നേരത്തെ അനുവദിച്ച ഫണ്ടിന്റെ അന്തിമാനുമതിക്കായുള്ള നടപടി വേഗത്തിലാക്കുന്നതിനായാണ് വിദഗ്ധ സംഘം മാഹി മത്സ്യബന്ധന തുറമുഖം സന്ദർശിച്ചത്. കേന്ദ്ര അനുമതി ലഭിച്ചാൽ ഉടൻ പ്രവൃത്തി ആരംഭിക്കും. ഇത് സംബന്ധിച്ച് പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ K. കൈലാസ്നാഥൻ കേന്ദ്ര ഫിഷറീസ് മന്ത്രിയുമായി നേരത്തെ ചർച്ച നടത്തിയിരുന്നു. കേന്ദ്ര ഫിഷറീസ് ടൂറിസം സെക്രട്ടറി ഡോക്ടർ P. മണികണ്ഠന്റെ നേതൃത്വത്തിലുള്ള 6 സംഘമാണ് മാഹിയിലെത്തിയത്. 2020 ലോകകപ്പിലെ സൂപ്പർ 8 മത്സരത്തിൽ വെസ്റ്റിൻഡീസിനെ പരാജയപ്പെടുത്തി ഇന്ത്യ സെമിയിൽ കടന്നു. സഞ്ജു സാംസൺ പുറത്താവാതെ നേടിയ 97 റൺസിന്റെ പിൻബലത്തിലാണ് ഇന്ത്യ വിജയകിരീടം ചൂടിയത്. വ്യാഴാഴ്ച ഇന്ത്യ ഇംഗ്ലണ്ടിനെ നേരിടും. ഈ മാസം 8-നാണ് ഫൈനൽ. കേരളത്തിൽ ഈ വർഷം ജനുവരി 1-ന് 18 വയസ്സ് പൂർത്തിയായിട്ടും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ സമയത്ത് പേര് ചേർക്കാൻ സാധിക്കാത്തവർക്ക് പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്പ് വഴിയോ ബൂത്ത് തല ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി വരെയാണ് പേര് ചേർക്കാൻ അവസരമുള്ളത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് പിന്നാലെ ആഗോള വിപണികളിൽ പ്രതിസന്ധി. ഇന്ത്യൻ ഓഹരി വിപണികളിൽ വൻ ഇടിവ് രേഖപ്പെടുത്തി. സെൻസെക്സ് 1490 പോയിന്റ് നഷ്ടത്തിൽ 79,797-ലും നിഫ്റ്റി 451 പോയിന്റ് ഇടിഞ്ഞ് 24,727-ലും വ്യാപാരം തുടരുന്നു. വ്യോമാതിർത്തികൾ അടച്ചതോടെ എയർലൈൻ ഓഹരികൾ നഷ്ടത്തിലായി. ആഗോള എണ്ണവിലയും കുതിച്ചുയർന്നു. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് ഏകദേശം 9% ഉയർന്ന് $80 സ്വർണ്ണവില കുറഞ്ഞു. പവന് 2400 രൂപ കുറഞ്ഞ് 1,24,520 രൂപയും ഗ്രാമിന് 15,565 രൂപയുമാണ് ഇന്നത്തെ വില. മനുഷ്യരാശിയുടെ സമാധാനത്തിനായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വൈകിട്ട് ജില്ലാ ആസ്ഥാനങ്ങളിൽ മെഴുകുതിരി തെളിയിച്ച് സമാധാന സംഗമ സദസ്സ് സംഘടിപ്പിക്കുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അറിയിച്ചു. പശ്ചിമേഷ്യൻ യുദ്ധഭീതിയിൽ ലോകസമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ KCBC പ്രസിഡന്റ് വർഗീസ് ചക്കാലക്കൽ മെത്രാപ്പോലിത്ത ജനങ്ങളെ ആഹ്വാനം ചെയ്തു. ആയിരങ്ങൾ ദുരിതമനുഭവിക്കുന്ന സാഹചര്യത്തിൽ നീതി പുലരാനും ദുരിതമനുഭവിക്കുന്നവർക്ക് ആശ്വാസമേകാനും ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷ നടത്തണമെന്ന് അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇറാൻ ഇസ്രായേൽ സംഘർഷ പശ്ചാത്തലത്തിൽ UAE, സൌദി അറേബ്യ, ഇസ്രായേൽ, ഖത്തർ എന്നിവിടങ്ങളിലേക്കും തിരിച്ചുമുള്ള എല്ലാ വിമാന സർവീസുകളും റദ്ദാക്കി എയർ ഇന്ത്യ. പശ്ചിമേഷ്യൻ സംഘർഷം കണക്കിലെടുത്ത് ഗൾഫ് മേഖലയിലെ SSLC +2 പരീക്ഷകൾ മാറ്റി. പുതുക്കിയ പരീക്ഷാ തീയതി പിന്നീട് അറിയിക്കും. അധ്യാപകരുടെ സേവന വേതന വ്യവസ്ഥകൾ മെച്ചപ്പെടുത്തുന്നതിനും അർഹമായ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. കേര പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി P. രാജീവ് ഇന്ന് ആലപ്പുഴയിൽ നിർവഹിക്കും. പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല നാളെ. ഇന്ന് ഉച്ച മുതൽ ഗതാഗത നിയന്ത്രണം. 2020 ലോകകപ്പിൽ സെമിയിൽ കടന്ന ഇന്ത്യ. വ്യാഴാഴ്ച ഇന്ത്യ ഇംഗ്ലണ്ട് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.